സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനത്ര നല്ലവനാണ്. അവനെപ്പോലെ ആരാധനയ്ക്ക് യോഗ്യനായി ആരുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യാൽ ശാലിനിയുടെ പേരൻസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വരേണ്ടതായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ കാരണത്താൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അവർ ഈ ട്യൂസ്ഡേയിൽ ട്രാവൽ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന അതിനുവേണ്ടി പ്രത്യേകം ചോദിക്കുന്നു. വളരെ അൺസർട്ടനായിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ, നമുക്കറിയത്തില്ല എങ്ങനെ ആവുന്നു. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവപ്രകാരം അവർ കടന്നു വരുവാൻ ദൈവം വഴികളെ ഒരുക്കേണ്ടതിന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനേരം നമ്മുടെ ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് 2-ാം അധ്യായം 8 മുതൽ 10 വരെ. പത്താമത്തെ വാക്യം കൂടെ നീ സഹിപ്പാനുള്ളത്. മതി. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചില ഭാഗങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് നാം കേൾക്കുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസം സജി പാസ്റ്റർ സംസാരിക്കുവാനിടയായി തീർന്നു. ആ ഒരു ചിന്തയോട് ചേർന്ന ദൈവസന്നിധിയിൽ നമുക്കായിത്തീരുവാൻ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ഭാഗമാണിത്. ഹല്ലേലൂയ. ഇവിടെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമായതല്ലേ. നമ്മളെല്ലാവരും സ്നാനപ്പെട്ട് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ വാക്കാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അന്നേരം മാത്രമല്ല, മരണം വരെയും പറയേണ്ട കാര്യമാണ്. കർത്താവേ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ സ്മിർന സഭയോട് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്ന ഒരു ഭാഗമാണിവിടെ. വിശ്വസ്തത എന്ന് പറയുന്നത് അത് സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതല്ല. അത് എങ്ങനെ ഉണ്ടാകുന്നത്? അത് സ്നേഹത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ് വിശ്വസ്തത, അല്ലേ? നമുക്കൊരിക്കലും ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല നീ വിശ്വസ്തനായിരിക്കണമെന്ന്. നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പ്രകടനമാണ് വിശ്വസ്തത. ഹല്ലേലൂയ. ഞാൻ ജോലിക്ക് ആൾക്കാരെ ഹയർ ചെയ്യുമ്പം ഞാൻ എൻ്റെ മാനേജറിനോട് പറയും, നമുക്ക് ഒത്തിരി സ്കില്ലില്ലെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, പക്ഷെ ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആദ്യം നോക്കുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടറാണ്. നമുക്ക് ടീച്ചബിളായിട്ടുള്ള നല്ല ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്തും പഠിപ്പിച്ചെടുക്കാം. വിശ്വസ്തരാണെങ്കിൽ ഹല്ലേലൂയ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും. എന്നാൽ വിശ്വസ്തത, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിത്തീരുക. ഹല്ലേലൂയ. നമുക്കിങ്ങനെ വേണേൽ പറയാം, സ്നേഹം വേരും, വിശ്വസ്തത അതിൻ്റെ ഫലവും. ഹല്ലേലൂയ. ബാബുച്ചാൻ പ്രസംഗിക്കുവാനിടയായി തീർന്നു സ്നേഹത്തെക്കുറിച്ച്. ആ സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹം ആഴത്തിൽ വേരൂന്നി അതിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു കാര്യമാണ് വിശ്വസ്തത. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട്, സ്മുർന സഭയോട് അന്ന് സംസാരിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. സ്മുർന സഭ 2 സഭയേ ഉള്ളൂ വെളിപ്പാടിൽ ദൈവം തർജ്ജനം ചെയ്യാത്തത്. ഏതൊക്കെയാ? സ്മുർന സഭയും ഏതാ? ഫിലഡൽഫിയ സഭയും സ്മിർന സഭയും ദൈവം തർജ്ജനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്മിർന സഭയെന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ എവിടെ ഉണ്ടായിരുന്ന സഭയാണെന്നറിയാം? ഇത് ഇന്നത്തെ ടർക്കി, അല്ലേ? ഇന്ന് ടർക്കി നോക്കിയാങ്കിൽ സഭകളൊന്നും അവിടെ ഇല്ല. ദൈവസഭകൾ ഉണ്ടെങ്കിൽ അത് അണ്ടർഗ്രൗണ്ട് ചർച്ചുകളാണ്. അന്ന് ടർക്കിയിലുണ്ടായിരുന്ന സഭയോട്, സ്മിർന സഭയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തരായിരിപ്പീൻ. ഹല്ലേലൂയ.
എനിക്ക് 3-4 കാര്യങ്ങൾ ഈ സഭയോട് സംബന്ധിച്ച് നമുക്ക് ഏറ്റെടുക്കേണ്ട, ഈ സ്മരണ സഭയിൽ നിന്ന് നമുക്ക് പ്രാപിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക? അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത. ഹല്ലേലൂയ. ആരാണ് സംസാരിക്കുന്നത്? അവൻ മരിച്ച ഒരു ദൈവമല്ല, അവൻ മരണത്തിന് അടിമപ്പെട്ടവനല്ല. ഞാൻ ആദ്യനും അന്ത്യനുമായവനാണ്. എനിക്ക് സകലതും അറിയാം. എങ്ങനെയാണത് ആരംഭിക്കുന്നതെന്നും എങ്ങനെ അവസാനിക്കുന്നതെന്നും അറിയുന്നവനാണ് ദൈവത്തിൻ്റെ സഭയോട് പറയുന്നത്, നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന സകലതും അവനായിട്ടും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ട ആദ്യനും അന്ത്യനുമായവനാണ് ഇത് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം പറയുകയാണ്, ആദ്യനും അന്ത്യനുമായവൻ പറയുകയാണ് ദൈവത്തിൻ്റെ സഭയോട് നിങ്ങൾ വിശ്വസ്തരായിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും അറിയാം. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു വാക്യം, യോബിനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം ദൈവം യോബിനോട് സംവാദം ചെയ്യുകയാണ്. ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഉത്തരം പറയും. അതിനകത്തെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, 41-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: കാക്ക കുഞ്ഞുങ്ങൾക്കും ഇരകിട്ടാതെ ഉഴന്നു ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കാക്ക കുഞ്ഞുങ്ങൾ. നമ്മളൊരു കാക്ക നമ്മുടെ അടുത്ത് വന്നാൽ എന്തോ ചെയ്യും? നമ്മൾ കല്ലെടുത്ത് എറിയും അല്ലേ? ഒരു കാക്ക നമ്മുടെ ചുറ്റും വരുന്നത് ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിൽ ഈ ചെറിയൊരു എയർ ഗൺ ഉണ്ടായിരുന്നു. എയർ ഗൺ അറിയാമല്ലോ, നമ്മുടെ പെല്ലറ്റൊക്കെ. ഞാൻ ഒരു ദിവസം അതെടുത്ത് കുറേ കാക്കകൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചുമ്മാ കൊള്ളൂന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല, ചുമ്മാ ഒരു വെടി വെച്ച് ഒരു കാക്ക താഴെ, ഞാൻ നോക്കി ഉരുണ്ടുകൊണ്ട് താഴോട്ട് വീഴുന്നു. പിന്നെ ഞാൻ ഓടി, ഉള്ള കാക്കയെല്ലാം കൂടെ എന്നെ തോണ്ടാൻ വന്നു. ഞാൻ ഓട്ടി അവിടുന്ന്. ആ ഒരു നമ്മളെ ജീവിതത്തിൽ കാക്കയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കത്തുള്ളൂ, നമ്മൾ ചിന്തിക്കത്തോലുമില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ഈ കാക്ക കുഞ്ഞുങ്ങൾക്ക്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ കൊടുക്കുന്നത് ആരാ? ഹല്ലേലൂയ. ഈ ആദ്യനും അന്ത്യനുമായവനാണ്. ഹല്ലേലൂയ. ഒരു കാക്കയെക്കുറിച്ചും, ഒരു വിലയില്ലാത്ത കാക്കയെ കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയുന്ന, അതിനെ കൺസിഡർ ചെയ്യുന്ന ദൈവം പറയുകയാണ്, ആദ്യനും അന്ത്യനുമായവൻ ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസ്തരായിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് പിന്നെയും ചോദിക്കണം, മത്തായിയുടെ സുവിശേഷം 10:29, കാശിന് 2 കുരികിൽ വിൽക്കുകയില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴത്തില്ല. കണ്ടോ? ഹല്ലേലൂയ. ഒരു കാശ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുമല്ലോ, 50 പൈസ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ടേ വേണേൽ കുരിഞ്ഞെടുക്കത്തുള്ളൂ, വെറുതെ പ്രയോജനം ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കർത്താവ് പറയാണ്, ഒരു കുരികിൽ താഴെ പോകണമെങ്കിൽ ഞാൻ അറിയാതെ സംഭവിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ ചിന്തിച്ച് വന്നപ്പോൾ, ഈ ആദ്യം ഇങ്ങനെ ചിന്തിച്ച് ദൈവസന്നിധി വന്നപ്പോൾ പെട്ടെന്ന് സങ്കീർത്തനം 139:12 നമ്മൾ വായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗ്യമാണ്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ, സങ്കീർത്തനം 139:13, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഈ മെടയാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ടോ? മെടയുന്നേ, ഓല മെടയുന്നേ. ഞാൻ എൻ്റെ കൊച്ചിലെ കണ്ടിട്ടുണ്ട്, പിന്നെ ഒന്നും കണ്ടിട്ടില്ല. ഓല മെടയുന്നത് അത് ആദ്യം വെള്ളത്തിൽ കൊണ്ടിടും അല്ലേ? ചാലിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിനകത്ത് വെള്ളമെല്ലാം ആയിക്കഴിഞ്ഞ് അതിനെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓല മെടഞ്ഞ് പിന്നെ അത് ഉണക്കിയെടുക്കും അല്ലേ?
കർത്താവ് പറയാണ്, ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെടഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് ഇങ്ങനെ എവിടെയോ ഞാൻ കേട്ടു. നമ്മൾ ജനിക്കുന്നത് നമ്മുടെ ഓരോ സെൽസും, നമ്മുടെ ജനനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ നെർവസ് സിസ്റ്റം, ഈ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് അവർ സയൻസ് പറയുന്നത്, അതിനെ സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, കണ്ടിട്ടില്ലേ ഇങ്ങനെ പോന്നേ, അതുപോലെ മെടയുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിയുന്നു മൈക്രോസ്കോപ്പിൽ കൂടെ. സയൻറ്റിസ്റ്റ് പറയുകയാണ്, മനുഷ്യൻ്റെ ജനനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ ഒരു വീവിങ് പോലെ നമുക്ക് തോന്നുമെന്ന്. ഹല്ലേലൂയ, സയൻറ്റിസ്റ്റ് പറയുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മെടഞ്ഞു. ആദ്യനും അന്ത്യവനുമായവൻ പറയുകയാണ്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്റെ അമ്മ പോലെ നിന്നെ അറിയുന്നതിന് മുമ്പ് ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് നാം വിശ്വസ്തരായിരിക്കണം? കാരണം അവനാണ് ആദ്യനും അന്ത്യനും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇന്ന് നാം എവിടെ ആയിരിക്കുന്നതിന്റെ കാരണം അവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി നാം 8-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അതിലേക്ക് മടങ്ങി വരാം. ഞാൻ നിന്റെ കഷ്ടതയും, വായിച്ചേ, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. ഇവിടെ സ്മുർനാസഭ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരായിരുന്നു, എന്നാൽ ഞാൻ കഷ്ടതയില്ല. ഹല്ലേലൂയ. എനിക്ക് ദാരിദ്ര്യമുണ്ട്. അന്നത്തെ കാലത്ത് ഈ സ്മുർന സഭയിരിക്കുന്ന ഇടമെന്ന് പറയുന്നത് വളരെ വളരെ സമ്പുഷ്ടമായൊരു സ്ഥലമാണ്. വളരെ ബിസിനസ് ട്രേഡിംഗ് സെന്ററാണത്. എന്നാൽ ദൈവസഭ വിശ്വസ്തരായിരുന്ന ദൈവസഭ പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ ദരിദ്രരാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കഷ്ടതയിലാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് ഇവിടെ പറയുകയാണ്, നമ്മുടെ പുറമേ ഉള്ള സമ്പത്തും സൗഭാഗ്യവുമല്ല, ഹല്ലേലൂയ, നമ്മുടെ അകമേയുള്ളതാണ് നമ്മളെ ധനവാനാക്കുന്നത്. കർത്താവ് പറയുന്നു, നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും, ഹൈഫൻ അല്ലേ അവിടെ അടുത്തെങ്ങനെ എഴുതിയിരിക്കുന്നത്, പക്ഷേ നീ ധനവാനാണ്. ഹല്ലേലൂയ. ലവോദിക്ക സഭ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല, പക്ഷെ കർത്താവ് പറയുന്നു, നീ ദരിദ്രനാണ്. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ദൈവം പറയുന്നത് നമ്മുടെ പുറമേയുള്ള സൗഭാഗ്യങ്ങൾ നോക്കിയിട്ടല്ല, നമ്മുടെ അകമേയുള്ള ദൈവത്തിന്റെ വിശ്വസ്തത നോക്കിയിട്ട് പറയുന്നു, നീ ദരിദ്രനാണെങ്കിലും, നീ കഷ്ടത്തിലാണെങ്കിലും, ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നീ ധനവാനാണ്, നീ സമ്പന്നനാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? സ്മുർനാ സഭയോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ നിക്ഷേപം ഞങ്ങളുടെ കഷ്ടങ്ങളിലല്ല, ഞങ്ങളുടെ നിക്ഷേപം ഈ ഭൂമിയിലല്ല, ഞങ്ങളുടെ നിക്ഷേപം ഭൂമിയിലുള്ളവർ നോക്കിയാൽ ഒന്നും കാണത്തില്ല, അത് ദാരിദ്ര്യവും അത് കഷ്ടവുമാണ്. എന്നാൽ ഉയരത്തിൽ ഞങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നത്, നമ്മുടെ ഭൗതികതയിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവേ, നീ എവിടെ? എൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുമോ? ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ നിനക്ക് മനസ്സിലാക്കുമോ? ഹല്ലേലൂയ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഞാൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ കർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയാണ്, എനിക്ക് പറ്റും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, ഹല്ലേലൂയ,
താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. പഴയ നിയമത്തിലെ മോശയ്ക്ക് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായി കാണാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്ന ദൈവസഭയ്ക്ക് പറയാൻ കഴിയും, ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ, ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാണ്. ഇന്ന് എന്നെ നോക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് ആ രൂപത്തിൽ കാണാൻ കഴിയത്തില്ലെങ്കിലും ഒരു ദിവസം വരും ഞാൻ അവനായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ, അവനെ പോലെയാകുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസഭയോട് പറയുന്നത്, സഭയെ നിങ്ങൾ മടുത്തു പോകണ്ട, നിങ്ങൾ ക്ഷീണിച്ചു പോകണ്ട. ഞാൻ വരുമ്പോൾ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ഒരു ദിവസമുണ്ട്, നിങ്ങളുടെ വിശ്വസ്തതയുടെ തേജസ് വെളിപ്പെടുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. മൂന്നാമതായി അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതകളും നമ്മൾ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്നതും കണ്ണടയ്ക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കർത്താവ് പറയുകയാണ്, ഇതെല്ലാം ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാനിത് അറിയുന്നു. നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്നാ, പെട്ടെന്നൊരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കും, കർത്താവേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു, നമ്മളെല്ലാവരും ഭിത്തിയിലൊക്കെ വെക്കുന്നൊരു കാര്യം പണ്ട് എല്ലാവരും വെക്കുമായിരുന്നു, ഫുട് പ്രിൻറ്റ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ഫുട് പ്രിൻറ്റ്സ്, അറിയാം ഫുട് പ്രിൻറ്റ്സ്. അതിനകത്ത് കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യമാണ്, ഇങ്ങനെ ഒരു കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാൽ ചുവടുകളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറയണം, കർത്താവും ആ വ്യക്തിയുമായിട്ടുള്ള സംസാരമാണ്. കർത്താവെ, എനിക്ക് സന്തോഷവും എനിക്ക് അതിന് ഒരു പ്രശ്നവുമില്ലാത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ 4 കാൽച്ചുവടുകൾ എനിക്ക് കാണാം. എന്നാൽ ഞാൻ പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് 2 കാൽച്ചുവടുകളെ കാണത്തുള്ളൂ. കർത്താവെ, ആ സമയത്തല്ലേ നീ എൻ്റെ കൂടെ വരണ്ടേ? ഞാൻ തന്നെയുള്ളൂ, നീ എന്താ എൻ്റെ കൂടെ ഇല്ലാത്തേ? അപ്പം കർത്താവ് പറഞ്ഞു, മോനെ, നിനക്ക് തെറ്റിപ്പോയി. നീ കാണുന്ന കാൽപ്പാടുകൾ നിൻ്റെ കാൽപ്പാടുകളല്ല, അതെൻ്റെ കാൽപ്പാടുകളാണ്. നീ എൻ്റെ കരത്തിലിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സഭയോട് പറയുവാനുള്ളത്, ഹല്ലേലൂയ, നാം കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവ് പറയുന്നു, നീ പോകുന്നതും നീ, ഹല്ലേലൂയ, യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും നമ്മളെ ദൂഷിക്കുന്ന ദൂഷണവും സകലതും അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. 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 പൗലോസ് ശൗലായിരുന്നപ്പോൾ, താൻ സഭയെ പീഡിപ്പിച്ചപ്പോൾ, പൗലോസുമായിട്ടുള്ള എൻകൗണ്ടറിൽ ദൈവം പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ, അല്ലേ, നീ എന്നെ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസിയെ എന്നല്ല ചോദിച്ചത്, എൻ്റെ ശിഷ്യനെ എന്നല്ല ചോദിച്ചത്, നീ എന്നെ, ഹല്ലേലൂയ, ഉപദ്രവിക്കുന്നത് എന്ത്, അല്ലേ? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് ദൂഷണവും ഏത് പ്രതികൂലവും അത് വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം എന്തുകൊണ്ട് ദൈവസ്ഥലിൽ വിശ്വസ്തരായിരിക്കണം? കാര്യം നമ്മുടെ ഉത്തരവാദിത്വം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിലെ കൃഷ്ണമണി പോലെ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്കാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തരായിരിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 58:8 ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, അല്ലേ? എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ പേനായുടെ മഷി, നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന പേനായുടെ മഷി. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഹീറോപ്പൻ നമ്മളെങ്ങനെ ഉപയോഗിച്ചു, ഹീറോപ്പൻ ഉപയോഗിക്കാത്ത ആരെല്ലാം ഉണ്ടോ ഇവിടെ? അയ്യോ, നമ്മുടെ പോക്കറ്റ്, ഇടയ്ക്ക് പോക്കറ്റൊക്കെ ബ്ലൂ കളറാവും, അല്ലേ? വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ പറ്റിയിട്ടില്ലേ? എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമുക്കൊരു മഷിക്കുപ്പിയുണ്ട്,
എന്നിട്ട് പോയി ആ ഹീറോ പെൻ അങ്ങോട്ട് തുറന്നിട്ട് പ്രസ് ചെയ്തിട്ട് മുക്കും വിടും അല്ലേ, മഷി എല്ലാം കൂടെ അകത്തോട്ട് വരും. നമ്മൾ ഉയ്യോ ഹീറോ പെന്നും കൊണ്ട് എഴുതുന്ന ഒരു ഭംഗി അല്ലേ. ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന മഷി നിങ്ങളുടെ കണ്ണുനീരാ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ കണ്ണുനീരും അത് വെറുതെ അല്ല. കർത്താവ് പറയാണ്, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു കണ്ണുനീരും അവൻ കാണുന്നു. ഹല്ലേലൂയ. ആര് ലോകത്തിലെ ഏതു മനുഷ്യരും, ലോകത്തിലെ ആരും കാണാത്തവരും, നമ്മുടെ മാതാപിതാക്കളോ കൂട്ടാളികളോ ആരും നമ്മുടെ കണ്ണുനീർ കണ്ടില്ലെങ്കിലും അത് കാണുന്നൊരു ദൈവമുണ്ട്. ആദ്യനും അന്ത്യനുമാണ് അവനാണ് സകലത്തിൻ്റെ ഉടയവൻ, അവനാണ് നമ്മളെ മെടഞ്ഞത്. ആ ദൈവം പറയുകയാണ്, നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു കണ്ണുനീര് കൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അതുമാത്രമോ, കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്, എബ്രായ ലേഖനം 2:17 അതിൻ്റെ 18 ഒന്ന് വായിച്ചാട്ടോ. എബ്രായ ലേഖനം 2:17-18. ആ ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നതിൻ്റെ ഒരു കാരണം, അവൻ നമ്മളോട് സദൃശനായി അല്ലേ. തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ വേദനകളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. കാര്യം അവൻ യേശു നമ്മളെപ്പോലെ ആയി. നമ്മൾ കടന്നു പോകുന്ന സകല കഷ്ടം അനുഭവിച്ചിരിക്കുക. നമ്മൾ കടന്നു പോകുന്ന സകല പരീക്ഷകളിലും കഷ്ടങ്ങളും അവൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന് പറയാൻ കഴിയും, പരീക്ഷകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ് അവൻ. ഹല്ലേലൂയ. അവനറിയാം, അവൻ ആദ്യനും അന്ത്യനുമാണല്ലേ. അവനാണ് നമ്മളെ ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയവന് എന്തുകൊണ്ടൊരു മനുഷ്യനായി മാറണം? അവൻ പറയുകയാണ്, ഞാൻ അതിനും തയ്യാറാണ്. ദൈവമായവൻ, ഹല്ലേലൂയ, സകലത്തിനും കാരണമായവൻ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഒരു ആസ്ട്രോനറ്റ് ഇവിടുന്ന് ചന്ദ്രനിൽ പോയപ്പോൾ അവർ കാല് ചവിട്ടിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അയ്യോ മനുഷ്യകുലത്തിന് ചെയ്ത ഏറ്റവും വലിയ കാര്യം മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. അപ്പോൾ അതിനകത്തെ ഒരാളൊരു ഭക്തനായിരുന്നു, അവൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, അതല്ല ഏറ്റവും വലിയ അനുഭവം. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതല്ല, ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ കാലുകുത്തി. ദൈവത്തിനതൊരു ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയോ? തൻ്റെ സഹോദരന്മാരോട് സദൃശനാകുവാൻ. ഹല്ലേലൂയ. ആ ദൈവം പറയുകയാണ്, ഞാൻ അറിയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടത്തെ ഞാൻ അറിയുന്നു, നിങ്ങളെ ദുഷിക്കുന്നത് ഞാൻ അറിയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലവും ഞാൻ അറിയുന്നു. അതിനെ സഹായിപ്പാൻ കഴിവുള്ളൊരു ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി തീരേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി അതിൻ്റെ 10ാമത്തെ വാക്യം. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ ഉപദ്രവം ഉണ്ടാവും നല്ല കർത്താവ് പറഞ്ഞത്. ദൈവം നാം കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തിനും ഏത് പ്രശ്നത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. എല്ലാ കാലത്തും കഷ്ടം അനുഭവിക്കുവാൻ അവൻ ദൈവമക്കളെ അനുവദിക്കത്തില്ല. നമ്മുടെ ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച സജി പാസ്റ്റർ പ്രസംഗിക്കുവാനിടയായി തീർന്നു. നാം കടന്നു പോകുന്ന പരിശോധന അല്ലേ, പരിശോധനയിൽ നാം തികഞ്ഞവരായി തീരും. ഹല്ലേലൂയ, സമ്പൂർണരായി തീരും. ഹല്ലേലൂയ. ഈ കഷ്ടത അല്പകാലത്തേക്കാണ്, ഈ കഷ്ടത വെറും 10 ദിവസത്തേക്കാണ്. ഇത് സഹിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നത്തേതിൽ അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇത് താൽക്കാലികമാണ്. ഈ കഷ്ടത എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളതല്ല. ഈ കഷ്ടത കൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുന്നുണ്ട്. പിശാച് നമ്മളെ തകർക്കുവാനായിരിക്കും. ഹല്ലേലൂയ. പിശാച് വിചാരിക്കും തടങ്കിലാക്കിയാൽ അവന്റെ ജീവിതം അവസാനിച്ചെന്ന്
അല്ലേ? എന്നാൽ ദൈവമക്കളെ തടവിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം വായിച്ചാൽ കഴിയും ആ തടവൊരു സഭയാക്കി മാറ്റാൻ. ഹല്ലേലൂയ. ഓ റബശന്തരധന, ദൈവമില്ലാത്ത ഏത് തടങ്കലിലും ഒരു ദൈവപൈതലെ കൊണ്ടിട്ടാൽ അവൻ അവിടെ ഒരു സഭയുണ്ടാക്കും. അവിടെയും ദൈവം പ്രവർത്തിക്കും. ഒരു തടങ്കലിനോ ഹല്ലേലൂയ ഒരു ജയിലിനോ ഒരു അഴിക്കോ തകർക്കാൻ കഴിയാത്തതാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എൽസാവഡോറിലെ പ്രസിഡന്റിനെ കുറിച്ച് അറിയാമോ? എൽസാവഡോറിലെ പ്രസിഡന്റിൽ ഒരാൾ പോയാൽ അവൻ ജീവിതകാലത്ത് വെളിവരത്തില്ല. എന്നാൽ അവിടെയും ഹല്ലേലൂയ ആരാധനയുണ്ട്. അവിടെ ആരാധനയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മാറ്റുവാൻ കഴിയാത്ത ക്രിമിനൽസിനെ കൊണ്ടിടുന്ന എൽസാവഡോറിലെ ജയിലിലും അവിടെയും ആരാധനയുണ്ട്. ദൈവം അവരെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവം അവരെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ തടങ്കലിലാക്കുവാൻ ശത്രു ശ്രമിച്ചാൽ, ഹല്ലേലൂയ, അതല്ലേ നാം ശൗലും പറഞ്ഞേട്ടെ, പൗലോസും ശീലാസും അവരിലെ തടങ്കിലാക്കിയപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? ഹല്ലേലൂയ, അവിടെ വിടുതലുണ്ടായി. ഇത് 10 ദിവസത്തേക്കേ ഉള്ളൂ. ഇത് 10 ദിവസത്തേക്കേ ഉള്ളൂ. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ, ഹല്ലേലൂയ, നാം വിശ്വസ്തരായിരുന്നാൽ അല്പകാലത്തേക്കുള്ള, നാം എങ്ങനെ വായിക്കുന്നേ? അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഹല്ലേലൂയ, പിന്നത്തേതിലത് തേജസ്സിൻ്റെ മഹിമയായി മാറ്റുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. നാം കടന്നു പോകുന്നത് അല്പകാലത്തെ കഷ്ടം. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ൽ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആദ്യനും അന്ത്യനുമായി അവനോട് വിളിച്ചു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചാൽ നിങ്ങളും ജയിക്കും. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതകളെ നന്മയാക്കി മാറ്റുവാൻ, നമ്മുടെ കഷ്ടതകളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, നമ്മുടെ കഷ്ടതകളെ തേജസ്സാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചാട്ടെ. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കാൻ പോകുന്നത് ഓർത്താൽ, പലപ്പോഴും ദൈവമക്കൾ അവർ കഷ്ടതയിൽ കൂടെ കഴിഞ്ഞ നാളുകളിലെ ചരിത്രങ്ങൾ നാം വായിക്കുമ്പോൾ അവർ കഷ്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള പെർസിക്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ, ഉമ്രാനിൻ്റെ ഒക്കെ സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെ എല്ലാം പിടിച്ചു നിർത്തിയ ഘടകം എന്താണെന്നറിയാമോ? പ്രാപിക്കാൻ പോകുന്നതോർത്താൽ, പ്രാപിക്കാൻ പോകുന്നതോർത്താൽ ഇതിനെ ഞാൻ സഹിക്കും, ഇതിനെ ഞാൻ ജയിക്കും. കാര്യം ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഹല്ലേലൂയ. നാം സഹിക്കുന്ന കഷ്ടതകളും വേദനകളും അത് നഷ്ടമല്ല, അത് നമുക്ക് ജീവകിരീടത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. സ്മിർനായിലെ ഒരു എൽഡറായിരുന്നു പോളികാർപ്പ്, അപ്പോസ്റ്റൽ ഓഫ് സ്മിർന എന്ന് പുള്ളി അറിയപ്പെടുന്നത്. പോളികാർപ്പ് തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. അവിടുത്തെ രാജ്ഞി പറഞ്ഞു, അവസാനം പോളികാർപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ദൈവത്തെ നീ ത്യജിക്കണം. ഈ ദൈവത്തെ നീ വിട്ടുകളഞ്ഞാൽ, ഈ ദൈവത്തെ ത്യജിച്ചാൽ ഞാൻ നിനക്ക് ഇവിടെ ജീവിക്കാൻ, സുഖലോപലനായി ജീവിക്കാനുള്ള എല്ലാ അവസരവും തരാം. പോളികാർപ്പ് എന്നാ പറഞ്ഞാന്നറിയാമോ? കഴിഞ്ഞ 86 വർഷം അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 86 വർഷം വിശ്വസ്തനായ ദൈവത്തെ എനിക്ക് തള്ളിക്കളയുവാൻ കഴിയത്തില്ല. ആ വിശ്വസ്തനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. ആ പോളികാർപ്പ് പറഞ്ഞു, ഇല്ല, എൻ്റെ ജീവിതത്തിൽ
ഈ വിശ്വസ്തനായ ദൈവത്തെ ഞാൻ വിട്ടുകളയത്തില്ല. അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നത് കൊണ്ട് മരണപര്യന്തം ഞാൻ അവന് വിശ്വസ്തനായിരിക്കും. അതുപോലെ തന്നെ തൻ്റെ അവസാന നിമിഷത്തിലും തന്നെ കൊല്ലുമ്പോഴും ആ വാക്കുകളുടെ ഉയർന്നു വന്നു, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മരണപര്യന്തം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് പോളികാർപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. നാളെ ആരാ വന്ന് നമ്മളോട് ക്രിസ്തീയ ജീവിതം വിട്ടുപറയാൻ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന നമുക്കറിയത്തില്ല. എന്നാൽ ഇന്ന് അതിൻ്റെ അടിസ്ഥാനം ഇട്ടോണം. എന്തു വന്നാലും മരണപര്യന്തം ഞാൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 85:11 ഇങ്ങനെ വായിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നോക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ നമുക്കറിയാം സ്പ്രിങ് അടുത്ത് വരികയാണ്. ചെടികളൊക്കെ മുളച്ചു വരുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയെ ദൈവം നോക്കുമ്പോൾ ഇവിടുന്ന് വിശ്വസ്തത മുളയ്ക്കട്ടെ, വിശ്വസ്തത മുളയ്ക്കട്ടെ. നീതിമാനായ ദൈവം അത് കാണും. ആദ്യനും അന്ത്യനായവൻ അത് കാണും. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടങ്ങളെ കണ്ടവനത് അറിയുന്നവനത് കാണും. നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ കർത്താവിനെ വിശ്വസ്തയോടെ നിന്ന് അവൻ കാണും. എന്നിട്ട് അവൻ ഒരു ദിവസം വിളിച്ചു പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസികേ, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു വരിക, ജീവനിലേക്ക് കടന്നു വരിക, നിങ്ങൾക്കുള്ള ജീവകിരീടം പ്രാപിക്കാം. നമ്മളെ തല ദിവസത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യുപകാരമെന്ന് പറയുന്നത് ജീവിതത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ്. കർത്താവേ, നിൻ്റെ വിശ്വസ്തത നീ ഞങ്ങളെ കാണിച്ചു തന്നു. അങ്ങൊരു മനുഷ്യനായി ഭൂമിയിൽ വന്നു, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. എന്നാൽ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി, കുടുംബമായി, ദൈവസഭയായി ദൈവസനിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളെ സഹായിക്കുകയും അവിടുത്തെ ആത്മാവിനാൽ, ഹല്ലേലൂയ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരും.